മാതാ പാർവതിക്ക് 3 മക്കളാണ്. ഗണപതി ഭഗവാൻ, കാർത്തികേയ ഭഗവാൻ, അശോകസുന്ദരി. എന്നാൽ അവരാരും ദേവിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നവരല്ല. ഇതിനു പിന്നിൽ ഒരു പുരാതന കഥയും ഒരു ശാപവുമുണ്ട്. മാതാ പാർവതിക്ക് ഭഗവാൻ ശിവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം കഠിനമായ ധ്യാനത്തിലായിരുന്നതിനാൽ ദേവിയെ ശ്രദ്ധിച്ചതേയില്ല. പാർവതി ദേവിയുടെ ഭക്തിയും ശിവനുമായുള്ള ഒന്നിക്കാനുള്ള ആഗ്രഹവും കണ്ടപ്പോൾ പ്രേമദേവനായ കാമദേവൻ മാതാ പാർവതിയെ സഹായിക്കാൻ തീരുമാനിച്ചു. ഭഗവാന്റെ അഗാധമായ ധ്യാനം അവസാനിപ്പിക്കാനായി കാമദേവൻ അദ്ദേഹത്തിന് നേരെ തന്റെ കാമബാണങ്ങൾ, അതായത് സ്നേഹത്തിന്റെ അമ്പുകൾ എയ്തു. തുടർന്ന് ഭഗവാൻ ശിവന്റെ ധ്യാനം മുറിയുകയും അദ്ദേഹം കോപാകുലനാവുകയും ചെയ്തു. ആ കോപത്തിൽ ഭഗവാൻ തന്റെ തൃക്കണ്ണ് തുറന്നു. ആ ക്രോധാഗ്നിയിൽ കാമദേവൻ ഭസ്മമായി തീർന്നു. തന്റെ ഭർത്താവായ കാമദേവന്റെ മരണം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി രതിദേവി ഹൃദയം തകർന്നുപോയി. തന്റെ ഭർത്താവ് പാർവതി ദേവിയെ സഹായിക്കാനായിരുന്നല്ലോ എന്നോർത്ത് രതിദേവി മാതാ പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് തന്റെ ഭർത്താവിന്റെ മരണത്തിന് മാതാ പാർവതിയെ കുറ്റപ്പെടുത്തി. ദുഃഖത്തിലും ദേഷ്യത്തിലും രതിദേവി മാതാ പാർവതിയെ ശപിച്ചു. അതിങ്ങനെയായിരുന്നു: എനിക്കൊരിക്കലും മാതൃത്വത്തിന്റെ സന്തോഷം അറിയാൻ കഴിയാത്തതുപോലെ അങ്ങയ്ക്കും സ്വന്തം ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യമുണ്ടാകാതെ പോട്ടെ. പിന്നീട് ദേവന്മാർ രതിദേവിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ശാപത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. ദേവന്മാരുടെ അപേക്ഷ കേട്ട് രതിദേവി ശാപം മാറ്റാൻ തീരുമാനിച്ചു. തുടർന്ന് രതിദേവി ഇങ്ങനെ പ്രഖ്യാപിച്ചു: പാർവതി ദേവിക്ക് അമ്മയാകാൻ സാധിക്കും, എന്നാൽ ദേവിയുടെ മക്കളാരും അവരുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുകയില്ല. അവർ ദിവ്യമായോ അല്ലെങ്കിൽ അത്ഭുതകരമായോ ഉള്ള വഴികളിലൂടെയായിരിക്കും ഈ ലോകത്തേക്ക് വരിക. അതുകൊണ്ടാണ് ഗണപതി ഭഗവാൻ പാർവതി ദേവിയുടെ ശരീരത്തിലെ ചെളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതെന്നും കാർത്തികേയ ഭഗവാൻ ശിവഭഗവാന്റെ ദിവ്യമായ ഊർജത്തിൽ നിന്ന് ജനിച്ചതെന്നും അശോകസുന്ദരി ഒരു കൽപ്പവൃക്ഷത്തിൽ നിന്ന് ഉണ്ടായതെന്നും പറയപ്പെടുന്നത്. മാതാ പാർവതിക്ക് ലഭിച്ച ശാപവുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ഗൗരി ശങ്കരായ നമഃ. ഹർ ഹർ മഹാദേവ്.